എനിക്ക് ചെറിയ വയസ്സ് മുതൽ ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി പ്രഡറ്റേഴ്സ്, ലയൺസ്, ചീറ്റ, ടൈഗർ, പാന്തർ, വോൾസ്, ഫോക്സ്, ഡോഗ്സ്, കാറ്റ്സ്, അങ്ങനെ ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കണം. ഇപ്പോൾ നമ്മൾ മൂവീസിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡിസ്കവറി ചാനലിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഇവരെ വീഡിയോസും ഹണ്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മളിങ്ങനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രഡറ്റേഴ്സിനൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ദേ ആർ ആൾവേസ് ഷാർപ്പ്, ഫോക്കസ്ഡ്, സ്ട്രോങ്, കണ്ണുകൾ രണ്ടും മുമ്പക്കാണ്. ആൻഡ് ദേ ആർ ഓൾവേസ് ഫോക്കസ്ഡ്. ഒരു ലൈഫിനെ അറ്റാക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ ദേ ആർ ആക്ച്വലി ഹണ്ടേഴ്സ്, റൈറ്റ്? ഒരു ദിവസത്തെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പ്രഡറ്റേഴ്സിൻ്റെ, അപ്പെക്സ് പ്രഡറ്റേഴ്സിൻ്റെ മെയിനായിട്ട് ഒരു ദിവസത്തെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 90% പോലെ എന്തെങ്കിലും റെസ്റ്റ് എടുക്കലും ഉറങ്ങലും അതുപോലെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കയറും. പക്ഷെ വെൻ ഇറ്റ് ഈസ് ടൈം ടു ഹണ്ട്, ബൂം, ദാറ്റ്സ് വെൻ ദ വർക്ക് സ്റ്റാർട്ട്സ്, റൈറ്റ്? അതേ സമയങ്ങൾ പ്രേസിൻ്റെ ലൈഫ് നോക്കി കഴിഞ്ഞാൽ, അതായത് ഈ പ്രഡറ്റേഴ്സ് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കൗ, ഗോട്ട്, ഷീപ്പ് അല്ലെങ്കിൽ റാബിറ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കണ്ണ് രണ്ടും സൈഡൊക്കെ ആയിരിക്കും മെയിനായിട്ട്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിഷൻ, ദൂരത്തു നിന്നൊക്കെ അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ അറിയാൻ. ഇവർ രാവിലെ തൊട്ട് കൂട്ടിക്ക് പോണ വരെ അല്ലെങ്കിൽ കൂടെ ഇണയണ വരെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് ഉറങ്ങാൻ പോകണ വരെ ഫുഡ് കഴിക്കൽ, ഫുള്ള് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പുല്ലിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാ നേരവും ഒരേപോലെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു ഷാർപ്പ്നെസ് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഫുൾ സ്ലോ ആയിട്ട് എപ്പോഴും ഫുഡ് കഴിക്കുക, ഓൾവേസ് ലേസി. ലൈഫിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പകരം ലൈഫ് ഹാപ്പൻ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുക, ബാക്കി കൂട്ടത്തിൻ്റെ ഒപ്പം നടക്കുക, ഇങ്ങനെയൊക്കെ കയറും. ആൻഡ് ഇഫ് യു ആസ്ക് മീ ഏത് സൈഡിലാണ് എനിക്ക് നിൽക്കാൻ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഐ ഗോ വിത്ത് ദ പ്രഡറ്റേഴ്സ്. ഐ ഡോണ്ട് വാണ്ട് ലൈഫ് ടു ഹാപ്പൻ, ഐ മേക്ക് ലൈഫ് ഹാപ്പൻ. ഐ ടേക്ക് ചാർജ്, ഐ ഡിസൈഡ് വാട്ട് ഐ ഷുഡ് ഡു, ഐ ടേക്ക് ആക്ഷൻ. അല്ലാതെ എനിക്ക് ബാക്കിയുള്ളവരെല്ലാവരും ചെയ്യണ പോലെ ചെയ്യാനോ കുറേ നേരം ഒരേ സംഭവം ഇങ്ങനെ ലേസി ആയിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കാനോ, ജീവിതം എങ്ങനെയാണോ എന്നുള്ളത് അതിനനുസരിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്താണ് അതിനനുസരിച്ച് ഇങ്ങനെ പോവുക, ആ ഒരു ഫ്ലോയിൽ പോവുക എന്നുള്ള രീതിയിൽ വെക്കാനും എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് വാണ്ട് ആൻ ആവറേജ് ലൈഫ്. ഞാൻ എൻ്റെ കുറച്ച് മുമ്പത്തെ ഒരു സ്റ്റോറി പറഞ്ഞല്ലോ. ഞങ്ങൾ CA ഇൻ്റർമീഡിയറ്റ് എക്സാംസ് നടക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയാണ്, എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത്തെ ഗ്രൂപ്പാണ്, സെക്കൻഡ് ഗ്രൂപ്പാണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ EIS SM, അതുപോലെ ഓഡിറ്റിങ്, അതുപോലെ എക്കണോമിക്സ്, അങ്ങനെ ഒരുപാട് തിയറി സബ്ജക്റ്റുകളുണ്ട്. നല്ല അത്യാവശ്യം വായിച്ച് പഠിക്കാനുണ്ട്. ഓരോ എക്സാംസിൻ്റെ ഇടയിലും 1-2 ദിവസം ഗ്യാപ്പുകളുണ്ടാവും CA എക്സാംസിൻ്റെ. അപ്പോൾ CA ചെയ്യണവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഒരു ദിവസം നമ്മൾ എക്സാം എഴുതാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ, ബാക്കി സബ്ജക്റ്റുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് സ്റ്റഡി ലീവാണ്. സ്റ്റഡി ലീവ് 2 മാസം ഉണ്ടായിരുന്നു എക്സാമിന് മുമ്പ്. സ്റ്റഡി ലീവ് പിന്നെ വീട്ടിൽ നിന്നാണ്, സ്റ്റഡി ലീവ് കഴിഞ്ഞ് വീട്ടിൽ നിന്നാണ് എക്സാമിന് പോയി വരലും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഏകാരം പഠിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഓഡിറ്റിംഗ് എക്സാമിൻ്റെ മുമ്പ് ഒരു ദിവസം മുമ്പ് നമുക്ക് ഒരു ദിവസം റിവൈസ് ചെയ്യാൻ ടൈമുണ്ട്. അപ്പോൾ ആ ദിവസം എനിക്ക് പനിച്ചു, അതേപോലെ തന്നെ നല്ല പല്ലുവേദനയും വന്നു. എല്ലാ ദിവസവും ഞാൻ നോർമലി രാവിലെ 3 മണിക്കോ 4 മണിക്കൊക്കെ എണീക്കും. അതുപോലെ എന്നിട്ട് ചെറിയ വർക്കൗട്ട് ചെയ്യും, 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യും, ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. പിന്നീട് ഷവർ ചെയ്യും, എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യും, എന്നിട്ട് പഠിക്കാനിരിക്കും. പെട്ടെന്ന് 1/2 മണിക്കൂർ കൊണ്ട് പരിപാടി തീർത്തുകൊണ്ട് എന്ത് ചെയ്യും, പഠിക്കാനിരിക്കും. 12 മണിക്കൂർ 13 മണിക്കൂറൊക്കെ പഠിക്കും. അങ്ങനെ ആ ഒരു ടൈമിൽ പനി വന്നു. ആ ദിവസവും സെയിം രീതിയിൽ ഞാൻ നീച്ചു, 3 മണിക്ക് 4 മണിക്കൊക്കെ എണീറ്റു, എന്നിട്ട് വർക്കൗട്ട് ചെയ്തു. പനിയുണ്ട് പക്ഷേ ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്താണ്ട് പഠിക്കാൻ തുടങ്ങി, ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ പല്ലുവേദന ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്തില്ല, ഞാൻ നോർമലി പഠിക്കുന്നത് അലൗഡായിട്ട്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കണ്ടല്ലോ, ഇതേ രീതിയിൽ ലൗഡായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഒരു സംഭവം പഠിക്കും, നോക്കും, മനസ്സിലാക്കും, എന്നിട്ട് ടീച്ച് ചെയ്യുന്ന പോലെ അത് ലൗഡായിട്ട് സംസാരിക്കും. ഈ രീതിയിൽ ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ പല്ലുവേദന ഉണ്ടായതുകൊണ്ട് തന്നെ, പല്ലുവേദന എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വേദനയല്ല, ഭയങ്കര വേദനയാണ്. ഈ അടിയത്തെ ജോയും മുകളിലത്തെ ജോയും കൂട്ടി തട്ടി കഴിഞ്ഞാൽ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരും, ആ രീതിയിലുള്ള വേദന. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്, പക്ഷെ അന്നാണ് സിവിയർ ആയത്. പനി കാരണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട്. പനി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ബുക്ക് വായിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ മൈൻഡ് വല്ലാതെ അങ്ങോട്ട് വർക്ക് ചെയ്യില്ല, ആ രീതിയിൽ. അപ്പോൾ അത്യാവശ്യം പണിയാണ്. പക്ഷേ ഞാൻ പഠിച്ചു,
ലൗഡായിട്ട് വായിക്കുന്നതിൻ്റെ പകരം മൈൻഡിൽ വായിച്ചുകൊണ്ട് പഠിച്ചു. ഉച്ച വരെ പഠിച്ചു. പിന്നീട് വെള്ളം കുടിക്കുമ്പോൾ പോലും ഭയങ്കര വേദന, പല്ലുമ ഈ ഒരു ഗ്യാപ്പിൽ തട്ടുമ്പോൾ, അതേപോലെ തന്നെ ഒന്നും റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല രീതിയിലായപ്പോൾ ഉച്ചയ്ക്ക് ഞാനും എൻ്റെ അമ്മയും എന്ത് ചെയ്തു, ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി. പെയിന് സഹിക്കാൻ പറ്റാതായപ്പോൾ എന്നിട്ട് അവിടുന്ന് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് തന്നെ ഫസ്റ്റ് സ്റ്റേജ് ചെയ്ത് വെച്ചു. റൂട്ട് കനാലിൽ ഇങ്ങനെ ഓരോ സ്റ്റേജ് ആയിട്ടാണല്ലോ ചെയ്യൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ചെയ്ത് വെച്ചു. എന്നിട്ട് വീട്ടിൽ വന്നു, വീണ്ടും പഠിച്ചു. അപ്പോൾ വേദന അങ്ങനെ പതുക്കെ പോകാൻ തുടങ്ങി. നമ്മൾ ഗുളികയും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് എന്നിട്ട് നോർമൽ രീതിയിൽ പഠിച്ചു. എന്നിട്ട് എക്സാമിന് പോയി എഴുതി. പിറ്റേ ദിവസം എക്സാമിന് പോയി എഴുതി. ഞാൻ സെക്കൻഡ് ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി, ഫസ്റ്റ് ഇതിൽ തന്നെ. അപ്പോൾ എനിക്കവിടെ എല്ലാ റീസൺസും ഉണ്ടായിരുന്നു. എനിക്ക് പനി ഉണ്ടായിരുന്നു, ഞാൻ ടയേർഡായിരുന്നു, എനിക്ക് വേണമെങ്കിൽ കിടക്കായിരുന്നു. എന്നെ ആരും ഒന്നും പറയില്ല, ആരും കുറ്റം പറയില്ല. കാരണം എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്ക് പല്ലുവേദനയാണ്, എനിക്ക് വായിക്കാൻ വയ്ക്കില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഐ ഡിഡിൻറ്റ് കെയർ അബൌട്ട് ദാറ്റ്. ഐ സ്റ്റഡീഡ് എനിവേ റിഗാർഡ്ലെസ് ഓഫ് ഹൗ ഐ ഫെൽറ്റ്. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, എല്ലാ ദിവസവും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല. എല്ലാവർക്കും നല്ല ഫീലിംഗ് ഉണ്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ വാട്ട് സെപ്പറേറ്റ്സ് വിന്നേഴ്സ് ഫ്രം ലൂസേഴ്സ് ഈസ് നോട്ട് ദ ഗുഡ് ഡേയ്സ്, ഇറ്റ് ഈസ് ദ ബാഡ് ഡേയ്സ്. വെൻ എവറിത്തിങ് ഈസ് ഫോളിങ് അപ്പാർട്ട്, യു ഹാവ് 1000 റീസൺസ് ടു ക്വിറ്റ്. വിൽ യു സ്റ്റിൽ ഡൂ ദ വർക്ക്? ഈ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ആ എക്സാംസൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴോ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ട് കയറും. ഞാൻ ഈ മൈൻഡ് സെറ്റ് ഏതിൽ പോവുകയാണെങ്കിലും ഞാൻ അപ്ലൈ ചെയ്യും. ഇപ്പോൾ കണ്ടൻറ് ക്രിയേഷനിലാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യല്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പിന്നെ ആഴ്ചയിൽ ഇപ്പോൾ 2-3 വീഡിയോസ് ഷൂട്ട് ചെയ്തിടാനല്ലേ ഉള്ളൂ, അതിനിപ്പോൾ ആകെ 3 മണിക്കൂറൊക്കെ മതി, അതിനിപ്പോൾ എന്ത് എത്ര വലിയ പണിയുള്ളത്, ഫോൺ എടുക്കുക, റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് വീഡിയോ, അതും വല്ല എഡിറ്റിംഗ് പോലും ഇല്ല, എന്ത് സിമ്പിളാണെന്നുള്ളതൊക്കെ കണ്ടാൽ പുറത്തുനിന്ന് കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും, ആകെ എത്ര അല്ല വലിയ പണിയൊന്നും ഇല്ല എന്നുള്ളത്. ട്രൈ ഇറ്റ്, ഫീൽ ഇറ്റ് ബൈ യുവർ സെൽഫ്. കണ്ടൻറ് ക്രിയേഷൻ ഈസ് നോട്ട് ഈസി. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല, മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടാവില്ല, വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടില്ല, ചിലപ്പോൾ പറയുന്നത് ഒരുപാട് തെറ്റും. ചിലപ്പോൾ ആ വീഡിയോ ഫുള്ള് എടുത്ത് കഴിഞ്ഞിട്ടേക്കാനും തോന്നുന്നുണ്ടാവും ഇത് രസമല്ല, ഇതാകെ തപ്പ് പിടുത്തുണ്ട്, അതായത് വേർഡ്സൊക്കെ ആകെ സ്റ്റംബിളായി കണ്ടാണ് വരുന്നത്, അപ്പോൾ ഒന്നുകൂടി എടുക്കുക എന്നുള്ളത്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ശരിക്കും പിരാന്ത് കടിക്കും. ശരിയാണ്, ഒരുപാട് നേരം വർക്ക് ചെയ്യണ വെച്ച് നോക്കുമ്പോൾ യൂട്യൂബ് കുറവാണ്. പക്ഷേ മെൻ്റൽ ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ യൂട്യൂബ് അത്യാവശ്യം നല്ല പണിയുണ്ട്. ഇഫ് ഇറ്റ് വാസ് ഈസി എവറിബഡി വുഡ് ഡു ഇറ്റ്. എവറിബഡി വിൽ ബി കൺസിസ്റ്റൻറ്റ്. നിങ്ങൾ ടോപ്പ് അത്ലറ്റ്സിനൊക്കെ നോക്കി, എല്ലാവരും അല്ല, ബട്ട് ദ ചാമ്പ്യൻസ്, അവർക്കൊക്കെ ഈ ഒരു മൈൻഡ് സെറ്റ്, ഈ ഒരു ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ ഐ ഫീൽ, ഐ വിൽ സ്റ്റിൽ ഡു ദ വർക്ക്, ഈ ഒരു മൈൻഡ് സെറ്റ് കാണാൻ പറ്റും. നിങ്ങൾ റൊണാൾഡോനെ നോക്കി, ഇബ്രാഹിമോവിച്ചിനെ നോക്കി, കോണർ മക്ഗ്രിഗറിനെ നോക്കി, അല്ലെങ്കിൽ കോബ്രയാനെ നോക്കി, അല്ല ഈവൻ പാട്ടുകാരൻ കെന്യ വെസ്റ്റിനെ നോക്കി. ഈ ടോപ്പിലുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. നമ്മളെ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുള്ള മൈക്കിൾ ഫിലിപ്സ്, നീന്തലിൻ്റെ, മുപ്പരൊക്കെ നോക്കി, മുപ്പരൊക്കെ എല്ലാ ദിവസവും ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് വർഷങ്ങളോളം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ ഹി ഫെൽറ്റ്, എല്ലാ ദിവസവും ബെഡിൽ നിൽക്കാൻ തോന്നിങ്ങനെ, റെസ്റ്റ് എടുക്കാൻ തോന്നിങ്ങനെ, ആ ദിവസമൊക്കെ ഹോളിഡേയ്സും വിൻ്ററും ക്രിസ്മസും തേങ്ങ മാങ്ങ ഒക്കെ മൂപ്പർ എന്ത് ചെയ്താണ്, ട്രെയിൻ ചെയ്താണ്. അങ്ങനെയുള്ളവരെ ഗ്രേറ്റ് ആവുള്ളൂ. ദർ ആർ അത്ലീറ്റ്സ് ഹു ട്രെയിൻ ടു വിൻ. They train every day, every session, so that they win on match night. Then there are just those very few players who train to dominate. They train so hard that winning is inevitable. And I am here to dominate. I hope this video is motivational for you guys. See you in the next video.